അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, ഒരു വിശ്വാസിയുടെ എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിനായിരിക്കണം. ഇബാദത്താകുന്ന ഒരു കാര്യവും അള്ളാഹു അല്ലാത്ത ആർക്കും നൽകാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള നേർച്ചയും വഴിപാടുകളും ഉറൂസ് അല്ലെങ്കിൽ നേർച്ച, ഇങ്ങനെ എന്ത് പേരിലായിരുന്നാലും ശരി, അത്തരം കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 3-4 പോയിന്റുകൾ വളരെ ചുരുക്കി വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നേർച്ച എന്ന് പറയുന്നത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, പ്രശംസിച്ചു പറഞ്ഞിട്ടുള്ള നേർച്ച എന്ന് പറയുന്നത് യാതൊരു ഉപാധിയുമില്ലാതെ അള്ളാഹു ദീനിൽ അനുവദനീയമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ സുന്നത്താക്കിയിട്ടുള്ള, നിയമമാക്കിയിട്ടുള്ള ഒരു കാര്യം അയാൾ സ്വയം ഏറ്റെടുത്ത് അത് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കലാണ്. അങ്ങനെ വരുമ്പോൾ ഒരു സുന്നത്തായ കാര്യം അയാൾക്ക് അത് നിർബന്ധമായി തീരുന്നു. കാരണം അയാളത് ഞാനത് ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്നു. ഇതിനാണ് നേർച്ച എന്ന് പറയുന്നത്. അവിടെ യാതൊരു ഉപാധിയുമില്ല. രണ്ടാമത്തേത് ഉപാധിയോട് കൂടിയുള്ള നേർച്ചയാണ്. ഇന്ന സംഗതി ഉണ്ടായാൽ ഞാൻ ഇന്നത് ചെയ്യും എന്നത്, അത് അനുവദിക്കപ്പെട്ടതാണ്. മൂന്നാമത്തേത്, ഇന്ന കാര്യം ചെയ്തു തരണേ അള്ളാഹുവെ, നീ അത് ചെയ്യുകയാണെങ്കിൽ, ഇന്ന കാര്യം സാധിപ്പിച്ചു തന്നാൽ അല്ലെങ്കിൽ ഇന്ന കാര്യം നീ നീക്കി തന്നാൽ ഞാൻ ഇന്നത് ചെയ്യും എന്ന് നേർച്ചയാക്കൽ. സാധാരണ മനുഷ്യർക്കിടയിൽ നടക്കുന്ന നേർച്ച അതാണ്. ഇത് സമസ്തക്കാർക്കിടയിലാണെങ്കിലും മുജാഹിദുകൾക്കിടയിലാണെങ്കിലും അത്തരം നേർച്ചകൾ നടക്കുന്നു. ഇത് ഹറാമായ നേർച്ചയാണ്. അങ്ങനെ ഒരു നേർച്ച ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നാലാമത്തേത് ശിർക്കാകുന്ന നേർച്ച, അള്ളാഹു അല്ലാത്ത ആളുകൾക്കുള്ള നേർച്ച. നേർച്ചയെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസുകൾ പരിശോധിച്ചാൽ അത്തരം ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ നേർച്ച കറാഹത്തായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്ന സംഗതിയല്ല, വെറുക്കപ്പെട്ട കാര്യമാണ്. വേറെ ചില പണ്ഡിതന്മാർ നേർച്ച ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. ഏത് നേർച്ചയും അള്ളാഹ്ക്കുള്ള നേർച്ചയാണെങ്കിൽ തന്നെ. വേറെ ചില ആളുകൾ നേർച്ച എന്ന് പറയുന്നത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, അത് ഒരു ഉപാധിയുമില്ലാതെ അള്ളാഹുവെ ഇന്നത് നീ എനിക്ക് ചെയ്തു തരണം, അത് ചെയ്തു തന്നാൽ അല്ലെങ്കിൽ എനിക്കുള്ള ഇന്ന വിഷമം നീ നീക്കി തരാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ന കാര്യം കിട്ടാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കുന്നു എന്ന ഒരു ഉപാധിയുമില്ലാതെ, ഒരു ഉപാധിയുമില്ല, വെറുതെ ഞാൻ 10 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും അല്ലെങ്കിൽ ഞാൻ ഇത്ര സുന്നത്ത് നോമ്പുകൾ നോൽക്കും, അങ്ങനെ ഒരാൾ പ്രഖ്യാപിക്കുന്നു, ഒരു ഉപാധിയുമില്ല, അങ്ങോട്ട് വരാനുമില്ല, ഉള്ളത് പോകാനുമില്ല, ഇത് അനുവദനീയമാണ് എന്നാണ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ് കാണാം, ലാ തൻദിറു, നിങ്ങൾ നേർച്ചയാക്കണം എന്നല്ല, നിങ്ങൾ നേർച്ചയാക്കരുത്. ഇതൊന്നും ഔലിയാക്കന്മാർക്കുള്ള നേർച്ച അല്ല കേട്ടോ, അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കുന്നതിനെ കുറിച്ചാണ്. ലാ തൻദിറു, നിങ്ങൾ നേർച്ചയാക്കരുത്. അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന്, ഖലാ ഖദർ എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് ഒരു സംഗതിയെയും നേർച്ച നേടിത്തരുകയില്ല. അപ്പൊ നേർച്ചയാക്കിയാൽ അള്ളാഹുവിന്റെ ഖദറിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. പിന്നെ എന്താ ഉണ്ടാവുന്നത്? ഒന്നും കൊടുക്കാത്ത പിശുക്കനിൽ നിന്ന് സമ്പത്ത് പുറത്തേക്ക് വരും. അതാണ് ഫർളോം പോൽക്കാത്തവൻ, മര്യാദയ്ക്ക് ഫർള് നിസ്കരിക്കാത്തവൻ, ഒരു സദഖയും ആർക്കും കൊടുക്കാത്തവൻ, ബലിപെരുന്നാളിന് ഉദ്ഹിയ്യത്ത് ഇറക്കാത്തവൻ, ഈ ആളുകളൊക്കെ നേർച്ചയാക്കും. അതെന്തിനാണ്? അവന്റെ കാര്യം കിട്ടാൻ, അല്ലെങ്കിൽ അവനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പോകാൻ, രോഗം മാറാൻ, പോയ മകൻ തിരിച്ചു വരാൻ, ജോലിയില്ലാത്ത ഭർത്താവിന് ജോലി കിട്ടാൻ, ഇതിനൊക്കെ വേണ്ടി നേർച്ചയാക്കുന്നു. അപ്പൊ എന്താ? പിശുക്കനിൽ നിന്ന് പണം പുറത്തേക്ക് കൊണ്ടുവരിക മാത്രമാണ് നേർച്ച ചെയ്യുന്നത്. നേർച്ച അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് ഒരു സംഗതിയെയും നിങ്ങൾക്ക് ഐശ്വര്യമാക്കി തരുകയില്ല. നിങ്ങൾ നേർച്ചയാക്കേണ്ടതില്ല. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇമാം മുസ്ലിമിന്റെ തന്നെ ഇതേ ആശയമുള്ള മറ്റൊരു ഹദീസിൽ കാണാം, അൻ-നദ്റു ലാ യുഖദ്ദിമു ശൈഅൻ വലാ യുഅഖിറുഹു, നേർച്ച ഒന്നിനെയും മുന്നോട്ടാക്കുകയോ ഒന്നിനെയും പിന്നോട്ടാക്കുകയോ ഇല്ല. എന്നാൽ അള്ളാഹു തീരുമാനിച്ചു വച്ച ഖലാ ഖദറിൽ നിന്ന് ഒന്നിനെ മുന്നോട്ടോ ബേക്കോട്ടോ നേർച്ച കൊണ്ട് ആക്കുകയില്ല. ഇമാം മുസ്ലിമിന്റെ തന്നെ മറ്റൊരു ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർച്ച വിലക്കി. ഇന്നഹു ലാ യഅതി ബിഖൈരിൻ, ഒരു ഖൈറും നേർച്ച കൊണ്ടുവരികയില്ല. നേർച്ചയാക്കിയോണ്ട് ഒരു ഖൈറും കിട്ടൂല. നേർച്ചയാക്കിയതിന്റെ കൂലി കിട്ടുമെന്നല്ലാതെ നേർച്ച കൊണ്ട് ഒരു ഖൈറും നിങ്ങൾക്ക് അത് കൊണ്ടുവരികയില്ല. അപ്പൊ ഒരു കാര്യം കിട്ടണം എന്ന് വിചാരിച്ച് നേർച്ചയാക്കിയാൽ കിട്ടൂല. ഒന്ന് പോകണം എന്ന് വിചാരിച്ച് നേർച്ചയാക്കിയപ്പോ രോഗം മാറണം, അതിനു വേണ്ടി അള്ളാഹുവെ നിനക്ക് ഞാൻ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് രോഗം മാറൂല. പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ ഇന്നഹു ലാ യറുദ്ദു ശൈഅൻ,
ഒന്നിനെയും നേർച്ച തടുക്കുകയില്ല. അപ്പോ ദാരിദ്ര്യം വരാതിരിക്കാൻ, രോഗം വരാതിരിക്കാൻ, കട്ടപ്പാട് ഇല്ലാതിരിക്കാൻ, ദുരിതങ്ങൾ ഇല്ലാതിരിക്കാൻ അങ്ങനെ ഒന്നും നേർച്ചാക്കിയിട്ട് ഒന്നിനെയും തടുക്കുന്ന സംഗതിയല്ല നേർച്ച. ചുരുക്കി പറഞ്ഞാൽ നേർച്ച കൊണ്ട് ഒന്നും കിട്ടൂല, വന്നതൊന്നും പോകൂല, ഖളായിൽ ഒരു മാറ്റവും വരുത്തൂല, ഒന്നിനെയും മുന്നോട്ടോ ബേക്കോട്ടോ ആവൂല. അതുകൊണ്ട് നിങ്ങൾ നേർച്ചയാക്കേണ്ടതില്ല. എന്നാൽ നേർച്ച ഒരാൾ നേർന്നാൽ ഇങ്ങനെ ഒരു ഉപാധിയില്ലാതെ, നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം പോലെ ഞാൻ 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കും എന്ന് ഞാൻ നേർച്ചയാക്കുന്നു, എല്ലാ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു 10 സുന്നത്തും ഞാൻ നോൽക്കും എന്നൊരാൾ നേർച്ചയാക്കുന്നു, അത് ഇസ്ലാം അനുവദിച്ച നേർച്ചയാണ്. അങ്ങനെ നേർച്ചയാക്കിയാൽ അതെന്ത് ചെയ്യണം? പാലിക്കണം. ഈ പറഞ്ഞ ഉപാധി വെച്ചുകൊണ്ടുള്ള നേർച്ച, എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി നേർച്ചയാക്കുക എന്ന് പറയുന്നത് ഹറാമാണ്. അള്ളാഹു പകരക്കാരനല്ല. ഒരു 50 ഉറുപ്പിയോ ഞാനൊക്കെ അങ്ങോട്ട് പിന്നെ തരാം, അല്ലെങ്കിൽ അത് തന്നാൽ ഞാൻ ഇത് തരാം, അങ്ങനത്തെ ആളല്ല അള്ളാഹ്. അള്ളാഹ് എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങേണ്ട ആളല്ല. അല്ലാതെ തന്നെ അള്ളാഹു നിഅമത്ത് നൽകുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളെ ചില്ലറക്കാശിന്റെ ആവശ്യം അള്ളാഹ്ക്കില്ല. അതുകൊണ്ടാണ് ഇത് ഹറാമാണ് എന്ന് ഇത്തരം ഹദീസ് അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു. സാധാരണ മനുഷ്യർക്കിടയിൽ സമസ്തക്കാരനെന്നോ മുജാഹിദെന്നോ വ്യത്യാസമില്ലാതെ നടക്കുന്ന നേർച്ചയും അതാണ്. ഇപ്പൊ ഇന്നലെ മെനയാന്ന് SSLC +2 റിസൾട്ട് വന്നു. പരീക്ഷാവുന്ന സമയത്ത് നേർച്ച, എന്റെ കുട്ടി പരീക്ഷയിൽ ജയിക്കാൻ ഞാൻ നേർച്ചയാക്കുന്നു, പുതിയാപ്പിളക്ക് ജോലി കിട്ടാൻ ഞാൻ നേർച്ചയാക്കുന്നു, മകന് ഗൾഫിൽ പോയിട്ട് നല്ല ജോലി കിട്ടാൻ ഞാൻ ഇന്ന നേർച്ചയാക്കുന്നു, അള്ളാഹുവേ നീ ഇന്നത് സാധിപ്പിച്ചു തരണേ, ഞാനിത് നേർച്ചയാക്കുന്നു. ഹറാമായ നേർച്ച, ഒരു ചുക്കും കിട്ടൂല, കൊടുത്ത കായ് പോയി എന്നല്ലാതെ ഹറാം എന്നാണ് ചുരുക്കം. അതാണ്. ഇനി ഇതിനേക്കാൾ കടുത്തതാണ് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നേർച്ചയാക്കുക എന്ന് പറയുന്നത്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതിയാണ്. നേരത്തെ പറഞ്ഞത് ഒക്കെ അള്ളാഹ്ക്കുള്ള നേർച്ചയാണ്. അള്ളാഹു എന്തെങ്കിലും കാര്യം സാധിപ്പിച്ചു തരാൻ വേണ്ടി നേർച്ചയാക്കുന്നതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞത്, അല്ലെങ്കിൽ ഉപാധി ഇല്ലാതെ നേർച്ചയാക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് തന്നെ ഉപാധി വെച്ചുകൊണ്ടുള്ള നേർച്ച പാടില്ലാത്തതാണെങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് പിന്നെ അത്ര നേർച്ച പറ്റുമോ? ഇപ്പൊ വലിയന്, ജാരത്ത് കിടക്കുന്ന വലിയന്, വലിയാണോ എന്താണെന്നറിയില്ല, എന്തോ ശവമോ ആണോ പെണ്ണോ തിരിയാത്തതോ, മുറിച്ചിട്ടുണ്ടോ മുറിക്കാത്തതാണ് എന്നൊന്നും അറിയാത്ത ആളുകൾ അങ്ങനെ പലരും മണ്ണിന്റെ അടി കിടക്കുന്നു, പല ജാരത്തിലും കിടക്കുന്നു. ഏതാണെന്നറിയില്ല, പേരറിയില്ല, ഊരും പേരറിയില്ല. അങ്ങനെയുള്ള ആളുകളുടെ ശവകുടീരങ്ങൾ കെട്ടിപ്പൊക്കുകയും ഇങ്ങനെ ശവത്തെ പൂജിക്കുന്ന, അതിന് നേർച്ചയാക്കുന്ന ആളുകളായി മനുഷ്യന്മാർ മാറുകയും ചെയ്യുന്നു. എന്തിനാണ് ഉദ്ഹിയ്യത്ത് അറുക്കാത്തവൻ, ഒരു ആൾക്ക് സദഖ കൊടുക്കാത്തവൻ, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാത്തവൻ ജാറത്തിലേക്കും ദർഗയിലേക്കും മഖാമിലേക്കും മസാറിലേക്കും നേർച്ചയാക്കുന്നത്? ഇവൻ എന്തൊക്കെ കിട്ടാനുണ്ട്? അപ്പൊ എന്താ, അള്ളാഹുവിന് അങ്ങനെ നേർച്ചയാക്കിയാൽ ഒന്നും കിട്ടൂല എന്ന് അള്ള പറയാൻ. പിന്നെ ആരാ ഈ ഔലിയാക്കന്മാർ തരുവോ? അള്ള പറയണത് അങ്ങനെ നേർച്ചയാക്കിയാൽ ഒന്നും കിട്ടൂല, ഒന്നിനെയും മുന്തിക്കുകയോ പിന്തിക്കുകയോ ഇല്ല. ലാ യഅ്തി ബി ഖൈരിൻ, ഒരു ഖൈറും കിട്ടൂല എന്ന്. അങ്ങനെ അറബി ഭാഷ അനുസരിച്ച് ലാ യഅ്തി ബി ഖൈരിൻ, അവിടെ ഖൈർ എന്നുള്ളത് നക്കിറയാണ്, അതിന്റെ അപ്പുറത്ത് നഫിയാണ്. അങ്ങനെ വന്നാൽ ഒന്നും, ഒരു ഖൈറും കിട്ടൂല. ഇത് കിട്ടൂല, അത് കിട്ടുമോ? ഇല്ല, ഒരു ഖൈറും കിട്ടൂല. അപ്പൊ അള്ളാഹു പറയുന്നത്, അള്ളാഹുവിന് പോലും ഇങ്ങനെ നേർച്ചയാക്കിയാൽ ഒരു ചുക്കൊന്നും കിട്ടൂല. പിന്നെണ്ടോ ഈ ചത്ത് കിടക്കുന്ന മുസ്ലിമാണോ അല്ലേ എന്നറിയാത്ത, നിസ്കരിച്ചവൻ നിസ്കരിക്കാത്തവനും, നോമ്പ് നോറ്റവനും നോമ്പ് നോക്കാത്തവനും, അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയ ആളുകളുടെ പേരിൽ ജാരങ്ങൾ ഉണ്ടാക്കി ഔലിയാക്കന്മാരെന്ന് വിശ്വസിച്ച് അവർക്ക് നേർച്ചയാക്കിയാൽ എങ്ങനെ കിട്ടും? അള്ള പറയാണ് അള്ള തരൂല. പിന്നെങ്ങനെ ഈ കബറിൽ കിടക്കണം തരിക? അതിന്റെ പുറമെ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കുക എന്ന് പറയുന്നത് ശിർക്കാണ്. കാരണം നേർച്ച ഇബാദത്താണ്. നേർച്ച ഇബാദത്താണ്. ഇബാദത്തായ കാര്യം അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്തിന്റെ ഏതെങ്കിലും ഒരു ഇനം നൽകിയാൽ അത് ശിർക്കായി. അപ്പോ ഇബാദത്താകുന്ന നേർച്ച അള്ളാഹു അല്ലാത്ത ആൾക്ക് സമർപ്പിച്ചാൽ അത് ശിർക്കാണ്, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, അവൻ മുശ്രിക്കായി. ഖുർആൻ സൂറത്തുൽ അൻആം, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. നമുക്കൊക്കെ അറിയുന്ന ആയത്താണ്. നബിയെ പറയുക, എന്റെ നമസ്കാരവും എന്റെ നുസുക്കും. നുസുക്ക് എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഇതിന് നേർച്ച അല്ലെങ്കിൽ ബലികൾ എന്നൊക്കെ അർത്ഥം കൊടുത്തു കാണാം. അതിന്റെ വിശാലമായ അർത്ഥത്തിൽ അതൊക്കെ പെടും. എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം സർവലോക റബ്ബിനാകുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? ലാ ശരീക ലഹു, അള്ളാഹുവിന് യാതൊരു പങ്കുകാരനുമില്ല. അപ്പൊ എന്താണ്? എന്റെ നമസ്കാരവും എന്റെ നേർച്ചയും പങ്കുകാരനില്ലാത്ത അള്ളാഹുവിനാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഞാനത് കൊടുക്കുകയില്ല. കാരണം അള്ളാഹുവിന് യാതൊരു പങ്കുകാരനുമില്ല എന്ന് നബിയെ പറയണം. ഇനി ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ, നിനക്ക് ഞാൻ കൗസർ നൽകിയിരിക്കുന്നു. നബിനോട് അല്ലാഹു പറയാണ്. അതിനാൽ
നിന്റെ റബ്ബിന് നീ നമസ്കരിക്കുക, വൻഹർ റബ്ബിന് വേണ്ടി നീ അറവ് നടത്തുകയും ചെയ്യുക. ജാറത്തിൽ കിടക്കുന്ന ആൾക്ക് ബദരീങ്ങൾക്കല്ല, ഉഹദീങ്ങൾക്കല്ല, റിഫായിക്കല്ല, മൊയ്തീനല്ല, ഇവർക്കൊന്നുമല്ല, അവർക്കൊന്നും വേണ്ടി അറുക്കരുത്. അറുക്കുന്നത് ആർക്കായിരിക്കണം? അള്ളാഹുവിനായിരിക്കണം. ആർക്കാ നമസ്കരിക്കുന്നത്? അള്ളാഹുവിന്. ഇത് ഖുർആന്റെ കൽപ്പനയാണ്. ഇമാം മുസ്ലിം റിവായത്ത് ഹദീസ് കാണാം, ലഅനല്ലാഹു മൻ ദബഹ ലി ഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തിയവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഈ ഹദീസ് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് ഇതാണ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തിയവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബി പറഞ്ഞതായി ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു. അബ്ദുൽ ഖാദർ ജീലാനിക്ക് വേണ്ടി കോഴിയെ നേർച്ചയാക്കിയാൽ, റിഫായി ശൈഖിന് വേണ്ടി കോഴിയെ നേർച്ചയാക്കിയാൽ, ജാറത്തിലുള്ള ആൾക്ക് വേണ്ടി എന്തെങ്കിലും ജീവിയെ, അത് കോഴിയാണെങ്കിലും നേർച്ചയാക്കിയാൽ, അതിനുവേണ്ടി അറുത്താൽ, അത് അങ്ങനെ ചെയ്യുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. കാരണം അറവ് ആർക്കാകണം? അള്ളാഹുവിന് വേണ്ടിയാകണം, അള്ളാഹുവിൽ നിന്ന് പ്രീതി കിട്ടാനാകണം. സൂറത്തുൽ മാഇദ 3-ാമത്തെ ആയത്തിൽ എന്തൊക്കെയാണ് തിന്നാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചിലതൊക്കെ ഖുർആൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ ചിലത് വന്നിട്ടുണ്ട്, അതല്ലാത്തതൊക്കെ തിന്നാന്നാണ്. എന്ത് തിന്നുകൂടാ എന്നത് പ്രത്യേകം പറഞ്ഞത് പാടില്ല, അല്ലാത്തതൊക്കെ തിന്നാം. അതിലെന്താ? ഹുർരിമത്ത് അലൈക്കുമുൽ മൈതത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി വൽ മുൻഖനിഖത്തു എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണി പറയാം. അതിന്റെ തുടക്കം മാത്രം പറയാം. സൂറത്ത് മാഇദ 3-ാമത്തെ ആയത്ത്, നിങ്ങൾക്ക് ശവം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു, അറക്കാതെ ചത്ത തിന്നാൻ പാടില്ല. വദ്ദമു രക്തം, അറക്കുമ്പോ ഒലിച്ചു ചാടുന്ന രക്തം തിന്നരുത്. വലഹ്മുൽ ഖിൻസീരി പന്നി മാംസം തിന്നാൻ പാടില്ല. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അഹല്ല എന്ന് പറഞ്ഞാൽ ശബ്ദം ഉച്ചരിക്കുക എന്നാണ്, ശബ്ദം ഉണ്ടാക്കുക. അപ്പോ ഹജ്ജിന് ഉംറക്ക് പോകുമ്പോ ഇഹ്റാം പ്രവേശിച്ച് തൽബിയത്തില്ലും, തൽബിയത്തിലിനെ കുറിച്ച് ഇഹ്ലാൽ എന്ന് പറഞ്ഞ് കാണാം. തൽബിയത്ത് കൊണ്ട് ശബ്ദം ഉയർത്തുക, അതേ വാക്കാണ് ഇവിടെ. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയത്. ഈസാ നബിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ആരുടെ പേരാ ശബ്ദം ഉയർത്തുന്നത്? ഈസാ നബിക്ക് വേണ്ടി. ക്രിസ്ത്യാനികൾ യേശുവിന്റെ പേരിൽ അറക്കുന്നു, ജൂതന്മാർ ഉസൈറിന്റെ പേരിൽ അറക്കുന്നു, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ അബ്ദുൽ ഖാദർ ജീലാനിക്ക് വേണ്ടി എന്ന പേരിൽ അറക്കുന്നു, റിഫായി ഷെയ്ഖിന് വേണ്ടി എന്ന പേരിൽ അറക്കുന്നു, ഒടുങ്ങുകാട്ടിലെ പാപ്പക്ക് വേണ്ടി അറക്കുന്നു, ഉള്ളാളിലേക്ക് ആടുകളെ നേർച്ചയാക്കി വിടുന്നു. നമ്മുടെ നിന്നൊക്കെ പോയാലുണ്ട് ആട്, കഴുത്തിൽ സഞ്ചി കെട്ടിയിട്ട് ഇവിടെ നിന്നൊക്കെ പോവും ഉള്ളാളത്തേക്ക്, മംഗലാപുരത്ത് ഉള്ളാളം. അപ്പൊ അങ്ങനെ നേർച്ചയാക്കിയാൽ ആ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ശബ്ദമുയർത്തി, അതായത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി, അവരുടെ പ്രീതിക്ക് വേണ്ടി, അവരുടെ തൃപ്തിക്ക് വേണ്ടി, അവരിൽ നിന്ന് കാര്യം കിട്ടാൻ എന്ന് വിചാരിച്ചുകൊണ്ട് നേർച്ചയാക്കിയാൽ അത് ശവം പോലെ, രക്തം പോലെ, പന്നി മാംസം പോലെ ഹറാമാകുന്നു, തിന്നാൻ പാടില്ല അത്. അപ്പൊ അങ്ങനെ വല്ല ജാറത്തിലും അറക്കുന്നുണ്ടെങ്കിൽ, ഇനി ജാറത്തിലല്ലാതെ അറക്കുന്നുണ്ടെങ്കിൽ അത് തിന്നാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഇന്ന് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന പലരും നേർച്ചയാക്കുന്നത് പോലെ ജാഹിലിയത്തിലെ ആളുകൾ നേർച്ചയാക്കിയിരുന്നു. ആർക്കാ നേർച്ചയാക്കുന്നത്? വിഗ്രഹങ്ങൾ. വിഗ്രഹം തന്നെ കല്ലിനും മരത്തിനുമല്ല. വിഗ്രഹങ്ങളൊക്കെ ചില വ്യക്തികളുടെ പ്രതീകങ്ങളാണ്. ലാത്ത, ഉസ്സ, മനാത്ത, വദ്ദു, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ തുടങ്ങിയ പൂർവ്വകാലത്ത് ആരാധിക്കപ്പെട്ട ആളുകളുടെ പേരിൽ രൂപങ്ങൾ ഉണ്ടാക്കുകയും അവരുടെ പേരിൽ നേർച്ചയാക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ജാഹിലിയത്തിൽ മനുഷ്യന്റെ രൂപങ്ങൾ ഉണ്ടാക്കി അത് ആരുടേതാണോ അവർക്കാണ് നേർച്ചയെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ വിഗ്രഹങ്ങളെ കാണാനില്ല, ബിംബങ്ങളില്ല, പക്ഷെ വിഗ്രഹങ്ങളുണ്ട്. ഏതാ വിഗ്രഹം? ജാറം വിഗ്രഹമാണ്. കാരണം ജാറത്തെ ആരാധിച്ചാൽ ജാറം വിഗ്രഹമായി. അതൊരു പ്രതിഷ്ഠയല്ല. പ്രതിഷ്ഠക്ക് അറബിയിൽ വേറെ വാക്കുണ്ട്, സ്വനം. എന്നാൽ വസൻ എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠ, രൂപം വേണ്ടതില്ല, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതെന്തും. അപ്പൊ ആ ഖബറിൽ കിടക്കുന്ന ആളെയാണ് ആരാധിക്കുന്നത് എങ്കിൽ ഖബർ ഒരു പ്രതിഷ്ഠയല്ല, പക്ഷെ ഖബർ വിഗ്രഹമാണ്, വിഗ്രഹ പൂജയാണ്. അങ്ങനെ ജാഹിലിയത്തിന് പകരം ഇന്ന് ആളുകൾ മാറി എന്നേ ഉള്ളൂ. ലാത്ത, ഉസ്സ, മനാത്തൊക്കെ പോയി. അതിന്റെ സ്ഥാനത്ത് നിന്ന് ബദരീങ്ങളായി, അബ്ദുൽ ഖാദർ ജീലാനിയായി, റിഫായി ഷെയ്ഖായി, ഇങ്ങനെ പല തങ്ങന്മാരും വന്നു, ഔലിയാക്കന്മാരും വന്നു. ആളെ മാറിയിട്ടുള്ളൂ, വിഷയം മാറിയിട്ടില്ല. സൂറത്തുൽ അൻആമിലെ 136-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, മക്കയിൽ ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ അള്ളാഹു സൃഷ്ടിച്ചു കൊടുത്ത കൃഷിയിൽ നിന്നും കന്നുകാലികളിൽ നിന്നും ഒരു വിഹിതം അവർ നിശ്ചയിച്ചിരുന്നു. ആർക്ക്? അള്ളാഹുവിന്. അത് അള്ളാഹ്ക്കുള്ള നേർച്ച. എന്നിട്ട് അവർ പറയും ഹാദാലില്ല, ഇത് അള്ളാഹ്ക്കുള്ള നേർച്ചയാണ് എന്ന് അവരുടെ വാദപ്രകാരം അവർ പറയും. എന്നാ വേറെ കുറച്ച് അവർ നേർച്ചയാക്കി. ആർക്ക്? ഇല്ലി ശുറക്കാഇന, ഇത് ഞങ്ങളുടെ ശുറക്കാകൾക്കുള്ളതാണ്, ഞങ്ങളെ പങ്കാളികൾക്ക് എന്നാൽ അവർ നിശ്ചയിച്ചിട്ടുള്ള ഈ ഔലിയാക്കന്മാർക്ക്. അപ്പൊ രണ്ടുണ്ട്, അള്ളാഹുവിന് നേർച്ചയുണ്ട്,
അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ചയുമുണ്ട്. എന്നാലോ അള്ളാഹുവിന് നേർച്ചയാക്കിയത് ഔലിയാക്കന്മാർക്ക് കൊടുക്കും. എന്നാൽ ഔലിയാക്കന്മാർക്ക് നേർച്ചയാക്കിയതിന്റെ ഒരംശം പോലും അള്ളാഹുലേക്ക് ഇങ്ങോട്ട് മാറ്റൂല. കാരണം എന്താ? അള്ളാഹു ഇങ്ങനെ വെറുതെ കുത്തിരിക്കുന്ന ആളല്ലേ. അതാണ് പല വിശ്വാസം. കാരണം എന്താ? അള്ളാഹിന്റെ അങ്ങോട്ടാക്കിയാലും ഇങ്ങോട്ടാക്കിയാൽ തിരുമറി നടത്തിയാലൊന്നും കുഴപ്പമില്ല. നേരെ മറിച്ച് ജാറത്ത് കിടക്കുന്ന അല്ലെങ്കിൽ വിഗ്രഹത്തിന് മരിച്ചുപോയ ആൾക്ക് നേർച്ചയാക്കിയത് വകുപ്പ് മാറ്റിയാൽ അപകടമാണ്. അപ്പൊ ആരെയാ പേടിക്കുന്നത്? ഈ മരിച്ചു കിടക്കുന്ന ആളെയാണോ അള്ളാഹുവിനെയാണോ? അള്ളാഹുവിനേക്കാൾ പേടി അള്ളാഹു അല്ലാത്തവരെ. ഇതേപോലെ അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കിയത് വീട്ടാത്തവനും അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കിയത് വേറെ ആർക്കെങ്കിലും വകുപ്പ് മാറ്റിയവരൊക്കെ ഒന്നും കാണാം. പക്ഷെ ജാറത്തിലേക്കോ മക്കാമിലേക്കോ നേർച്ചയാക്കിയതിനെ വകുപ്പ് മാറ്റുകയില്ല. കാരണം എന്താ? പേടിയാണ്. അപകടം വരും, ഗുരുത്തക്കേടുണ്ടാവും, നാശം സംഭവിക്കും. ഇത് സൂറത്തുൽ അൻആമിലെ 116-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, സാഅമാ യഹ്കുമൂൻ. ഈ മനുഷ്യന്മാർ വിധിക്കുന്നത് എത്ര മോശപ്പെട്ട സംഗതിയാണ്. അള്ളാഹ്ക്ക് നേർച്ചയാക്കുന്നു, അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാർക്ക് നേർച്ചയാക്കി. അള്ളാഹുവിന്റേത് അങ്ങോട്ട് മാറ്റുന്നു, അള്ളാഹു അല്ലാത്തവരുടേത് ഇങ്ങോട്ട് മാറ്റുന്നില്ല, അള്ളാഹുവിനാക്കുന്നില്ല. എന്ത് മോശപ്പെട്ട വിധിയാണ് ഇവർ വിധിക്കുന്നത്. ഇതന്നെ ഈ ആയത്ത് ഇന്നും പ്രസക്തമാണ്. സൂറത്തുൽ മാഇദ 103-ാമത്തെ വചനത്തിൽ ഖുർആൻ എണ്ണി പറഞ്ഞ ചില സംഗതികളുണ്ട്. ബഹീറ, സായിബ, വസീല, ഹാം. ഇതൊക്കെ ഒരു മൃഗം ഇത്ര പ്രസവിച്ചാൽ, ഇത്രാമത്തെ പ്രസവം വന്നാൽ, അതിൽ ഇന്നത് ആണായാൽ, ഇത്ര ആൺകുട്ടിയെ പ്രസവിച്ചാൽ, ഇതിനൊക്കെ അവരിട്ട ചില പേരുകളാണിത്. ഇങ്ങനെ മൃഗങ്ങൾ പ്രസവിക്കുന്ന പ്രസവത്തിന്റെ എണ്ണവും കുട്ടി ആണാണോ പെണ്ണാണോ എന്നതിനും കണക്കാക്കി ഇവർ ചില കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയ കാര്യങ്ങളാണ്. അങ്ങനെ നേർച്ചയാക്കാൻ അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരാൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, ഞാൻ ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒട്ടകങ്ങളെ അറക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു. ആർക്കാ അറക്കുന്നത്? അള്ളാഹുവിന്. എന്തിനെയാണ് അറക്കുന്നത്? ഒട്ടകങ്ങളെ. ഒരു പ്രശ്നവുമില്ല. അയാൾ പറഞ്ഞ എന്താ? ഞാൻ ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ നേർച്ച നടപ്പിലാക്കുന്നത്. അള്ളാഹ്ക്കാണ് നേർച്ച. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ജാറത്ത് തങ്ങൾക്കല്ല, വലിയനല്ല, ഉപ്പാപ്പക്കല്ല, ബീവിക്കല്ല, ബാവക്കല്ല, ഒന്നുമല്ല, അള്ളാഹുവിന് നേർച്ചയാക്കാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ സ്ഥലത്ത് ജാഹിലിയത്തിലെ ആളുകൾ ആരാധിച്ചിരുന്ന വല്ല വിഗ്രഹവും ഉണ്ടായിരുന്നോ? ഇത് നീ അറക്കാൻ പോകുന്ന സ്ഥലത്ത് ജാഹിലിയത്തിൽ വല്ല വിഗ്രഹവും ആരാധിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഉണ്ടെങ്കിൽ നബി സമ്മതിക്കൂല. കാരണം എന്താ? എന്തിനാ ഇയാൾ ബുവാന എന്ന് പറഞ്ഞ സ്ഥലം തെരഞ്ഞെടുത്തത്? വേറെ എവിടെങ്കിലും അർത്താ പോരെ. അപ്പൊ അവിടെ പോയി അറക്കാൻ കാരണം പണ്ട് എന്തെങ്കിലും വിഗ്രഹത്തെ ആരാധിക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള സ്ഥലമാണ്. അതിന്റെ ബറക്കത്ത് അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ പാടില്ല എന്ന് പറയാൻ നബി ചോദിച്ചത്. അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ നബിന്റെ അടുത്ത ചോദ്യം, ആ സ്ഥലത്ത് ജാഹിലിയത്തിലെ അറബികളുടെ വല്ല ഉത്സവവും ഈദും നടക്കാറുണ്ടായിരുന്നോ? അപ്പോഴും സഹാബികൾ പറഞ്ഞില്ല. അപ്പൊ ആ സ്ഥലത്ത് വിഗ്രഹത്തെ ആരാധിക്കപ്പെട്ടിട്ടില്ല, വിഗ്രഹത്തിന്റെ പേരിൽ ഉത്സവങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ നബി പറഞ്ഞു, നീ നിന്റെ നേർച്ച പൂർത്തിയാക്കിക്കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉണർത്തി. ഇത് അബൂദാവൂദ് ധരിച്ച ഹദീസാണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് അള്ളാഹുവിന് നേർച്ചയാക്കുന്നത് പോലും നബി വിലക്കി എന്നതാണ്. വിലക്കി എന്നാ ഇവിടെ വിലക്കുമായിരുന്നു, വിലക്കാത്തതുകൊണ്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കപ്പെടുകയോ അത്തരം ഉറൂസുകളോ നേർച്ചകളോ വഴിപാടുകളോ പൂജകളോ നടക്കുന്ന ഇടമാണെങ്കിൽ അതാ നബി അന്വേഷിച്ചത്. ഇപ്പം നാട്ടിലെന്താ ബോർഡുമലൊക്കെ കാണാം, നോട്ടീസ് കാണാം, നേർച്ച അല്ലെങ്കിൽ ഉറൂസ്. ഉറൂസ് എന്നുള്ള വാക്ക് തന്നെ അറബിയല്ല. ഉർസ് എന്ന് പറഞ്ഞാൽ കല്യാണം എന്നാണ് അർത്ഥം. ആണും പെണ്ണും കല്യാണം കഴിക്കുക, ഉർസ് കല്യാണം. അതിന്റെ ബഹുവചനാണ് ഉറൂസ്, കല്യാണങ്ങൾ. അപ്പൊ ജാറത്ത് കിടക്കുന്ന ഉപ്പാപ്പന്റെ കല്യാണം എന്നാണോ അതിന്റെ അർത്ഥം? അറബിയിൽ അങ്ങനെ ഒരു വാക്കില്ല ഉറൂസ് എന്നത്. അത് എവിടെ ഉറുദുവിലൊക്കെ കാണാം, ഉറുദുവിൽ ഈ പോസ്റ്റ് വെച്ചാണ് ഉറൂസ്. എവിടുന്ന് വന്നാറില്ല, അറബി ഭാഷയിൽ അങ്ങനെ ഒന്നില്ല. അപ്പോ ഈ പദം തന്നെ ഇസ്ലാമികമല്ല എന്നർത്ഥം. ഇനി ഇപ്പറഞ്ഞ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഷാഫിഈ മദ്ഹബിലെ, നമ്മൾ വേറെ അങ്ങോട്ടും പോണ്ട, ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം, എല്ലാ പള്ളിദർസിലും പഠിപ്പിക്കപ്പെടുന്ന പള്ളിദർസിൽ പഠിപ്പിക്കപ്പെടുന്ന കിതാബാണ്, ഖുർആന്റെ തഫ്സീറാണ്. ജലാലൈനിയുടെ രണ്ട് ജലാലുദ്ദീനുമാർ, ജലാലുദ്ദീൻ എന്ന് പേരുള്ള രണ്ടു പേർ എഴുതിയുണ്ടാക്കിയ തഫ്സീറാണ് തഫ്സീറുൽ ജലാലൈനി. രണ്ട് ജലാലുദ്ദീൻമാർ എഴുതിയ തഫ്സീർ. ഈ തഫ്സീറിന് ഒരു സൈഡിൽ ഒരു കുറിപ്പ് സ്വാവി എന്ന് പറയുന്ന പണ്ഡിതൻ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം കേരളത്തിലെ സമസ്തക്കാരും ലോകത്തുള്ള അത്തരം ആളുകളുമൊക്കെ അംഗീകരിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള തഫ്സീറു സ്വാവി, സ്വാവിയുടെ തഫ്സീർ. ആ തഫ്സീറു സ്വാവി നേരത്തെ പറഞ്ഞ ജാഹിലിയത്തിലെ നേർച്ചയെ കുറിച്ച് പറയുന്ന സൂറത്തുൽ മാഇദയിലെ 103-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്,
ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ നടത്തിയ നേർച്ച. ഇതിന് സമാനമാണ് ഇന്ന് സാധാരണക്കാരായ വിവരദോഷികളായ ചില ആളുകൾ ചെയ്യുന്ന പ്രവർത്തനം. എന്താണ് ഇക്കാലഘട്ടത്തിലെ സാധാരണക്കാരായ വിവരദോഷികളായ സഫീഹ് വിഡ്ഢികളായ ആളുകൾ ചെയ്യുന്ന പ്രവൃത്തി ഏതിന് തുല്യമായത്? ജാഹിലിയത്തിലെ നേർച്ചക്ക് തുല്യമായത്. അവർ പശുക്കുട്ടിയെ അല്ലെങ്കിൽ ആടിനെയോ ഏതെങ്കിലും ഔലിയാക്കന്മാരുടെ പേരിൽ അയക്കുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളാളത്തേക്ക് കർണാടകയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്നും ആടിനെ അയക്കാറുണ്ട്. ഉള്ളാളത്തേക്കുള്ള ആട്. പണ്ട് ഒരു പ്രമുഖമായ ഒരു മലയാള പത്രത്തിൽ ഒരു പേജിൽ ഒന്നായി ഫോട്ടോ സഹിതം റിപ്പോർട്ട് വന്നിരുന്നു. എനിക്കൊണ്ട് കുറെ ദിവസങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ലേഖനങ്ങൾ ഉണ്ടായിരുന്ന തോന്നുന്നത്. എന്താണ്? ഉള്ളാളത്തേക്കുള്ള ആട്. അത് ഉള്ളാളത്തേക്ക് നേർച്ചയാക്കി വിട്ടാൽ അതിനൊരു അഡ്രസ്സും വേണ്ട, വഴി കാണിച്ചെടുക്കാരും വേണ്ട, കഴുത്തൊരു സഞ്ചി മാത്രം മതി. ആട് ഉള്ളാളത്തെത്തുന്ന, എങ്ങോട്ടും വഴി തെറ്റിപ്പോയില്ല. തെറ്റിയാൽ തന്നെ ആളുകൾ അങ്ങോട്ട് തിരിച്ചു ആരും പിടിച്ചറക്കൂല. അങ്ങനെയാണ് ഉള്ളാളത്താട്. ഇതുപോലെ മൃഗങ്ങളെ, പശുക്കുട്ടി അല്ലെങ്കിൽ മൂരിക്കുട്ടനാണെങ്കിലും ആടാണെങ്കിലും ഔലിയാക്കന്മാരുടെ പേരിൽ നേർച്ചയാക്കി വിടുക, ഇത് ജാഹിലിയത്തിൽ ആളുകൾ ചെയ്തതിന് തുല്യമാണ്. പിന്നെയോ ഈ നേർച്ചയാക്കി വിടുന്ന മൃഗങ്ങൾ ജനങ്ങളുടെ വസ്തുക്കൾ, ധനം തിന്നുന്നു. തോട്ടത്ത് കയറി കൃഷി തിന്നും, വെള്ളരി തിന്നും, ചീര തിന്നും, നെല്ല് തിന്നും. പക്ഷെ എന്ത് ചെയ്യൂല? ലായ താറു ലഹു അഹദുൻ, ഒരാളും ഈ മൃഗത്തെ തടയുകയില്ല. കടയിൽ കയറി പച്ചക്കറിയും ആപ്പിളൊക്കെ തിന്നുന്നു, ഈ നേർച്ചാടും നേർച്ചമൂരിയും തടുക്കൂല. എന്താ കാരണം? ഇത് ഓർക്കുള്ള നേർച്ചയാണ്. തടുത്താൽ എന്താണ്? അപകടമുണ്ടാകും. അതുകൊണ്ട് തന്നെ ലായ താറു ലഹു അഹദുൻ. ഇത് നോക്കണം, ഇക്കാലഘട്ടത്തിൽ ഈ ഉള്ളാൾ നേർച്ച നടക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നേർച്ച നടക്കുന്ന കാലഘട്ടത്തിൽ എഴുതിയാൻ തോന്നുന്നു. അല്ല, അറേബ്യയിലും മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ നടത്തിയിരുന്നു. ഇത് എഴുതിയ ആള് ശരിയായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ് എന്നാണ് നമ്മുടെ നാട്ടിലെ ഈ നേർച്ച നടത്തുന്ന ആൾക്ക് വിശ്വസിക്കുന്നത്. ഈ പണ്ഡിതനെ ഇവർ എതിർക്കുകയില്ല. പക്ഷെ ഈ പറഞ്ഞത് വില അംഗീകരിക്കോ? ഇല്ല. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഇങ്ങനെ നേർച്ചയാക്കി വിടുന്ന ആളുകളോട് വല്ല മനുഷ്യനും നീ ചെയ്യുന്ന ഈ പണി ഹറാമാണ്, മരിച്ചവർക്ക് ജാരത്തിലേക്കും അല്ലാത്തടത്തേക്കും അങ്ങനെ നേർച്ചയാക്കരുത് എന്ന് അവനോട് പറഞ്ഞാൽ അസാഉ ബിഹില്ലന്ന, അങ്ങനെ പറഞ്ഞവനെ കുറിച്ച് അവൻ മോശമായി വിചാരിക്കും. എന്നിട്ട് അവൻ പറയും, ഇപ്പറയുന്നവൻ ഔലിയാക്കന്മാരെ സ്നേഹിക്കാത്തവരാണ്. നോക്കൂ, ഇത് ഇങ്ങനെ നേർച്ച പാടില്ല എന്ന് പറഞ്ഞാൽ ഉടനെ മറുപടി എന്തായിരിക്കും? നീ ഔലിയാക്കൾ ഇഷ്ടപ്പെടാത്തവനാണ്. ഇതെന്നെ ഇയാളും പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ, ഈ നേർച്ച പാടില്ല എന്ന് പറഞ്ഞാൽ നീ ഔലിയാക്കൾ ഇഷ്ടപ്പെടാത്തവനാണ് എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ആരെങ്കിലും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഇങ്ങനെ നേർച്ചയാക്കുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്, ത്വാഅത്താണ്, അനുസരണമാണ് എന്ന് വിശ്വസിച്ചാൽ ഫഖദ് കഫറൂ, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. വഇല്ല ഫഹിയ മിൻ ജുംലത്തിൽ മുഹറമാത്തി. ഇനി അങ്ങനെ ഒരു വിശ്വാസമല്ല, അടുക്കാനാണെന്നല്ല, വെറുതെ അങ്ങനെ നേർച്ചയാക്കുന്നു ഈ മരിച്ച ആളുകൾക്ക് വേണ്ടി, എങ്കിൽ പോലും അത് ഹറാമാണ്. അപ്പൊ ഒന്നുകിൽ വിശ്വാസം അനുസരിച്ച് അത് കുഫറാകും, ഇസ്ലാം എന്ന് പുറത്തു പോകും, അല്ലെങ്കിൽ ഹറാമാണ്. ഇവർ വിശ്വസിക്കുന്നത് അവർ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ്. അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ. എന്നാൽ ഈ നേർച്ച നടത്തുന്ന ആളുകൾ കള്ളന്മാരാകുന്നു. ഇതൊരു വഹാബി പണ്ഡിതൻ എഴുതിയതല്ല, മറിച്ച് ഇപ്പറയുന്ന ആളുകൾ അംഗീകരിക്കുന്ന പണ്ഡിതൻ തന്നെ രേഖപ്പെടുത്തിയതാണ്. ഇതേപോലെ നേരത്തെ പറഞ്ഞ രണ്ട് ജലാലുദ്ദീൻമാർ, അതിലൊന്ന് ജലാലുദ്ദീൻ സുയൂത്തിയാണ്, ഈ തഫ്സീർ എഴുതിയ ആള്. ആ ജലാലുദ്ദീൻ സുയൂത്തിയും നമ്മുടെ നാട്ടിലുള്ള ഈ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അൽ അംറു ബിൽ ഇത്തിബാഇ വന്നഹ്യു അനിൽ ഇബ്തിദാ, നബിയെ പിൻപറ്റാൻ കൽപ്പിക്കുക, നബി മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്നതിനെ വിലക്കുക എന്ന പേരിൽ ബൃഹത്തായ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ഇത് അയാളെ ബുക്കല്ല എന്നൊക്കെ ചില ആളുകൾ വിമർശിക്കും, പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ഇതിനേക്കാൾ മോശപ്പെട്ട സംഗതിയാണ് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നേർച്ചയാക്കൽ. അത് ജാറായാലും തങ്ങളപ്പാപ്പന്റെ ആണെങ്കിൽ എങ്ങോട്ടാണെങ്കിലും എന്ത് നേർച്ചയാക്കുക? ജാറത്തിൽ വിളക്ക് കത്തിക്കാൻ വേണ്ടി എണ്ണ നേർച്ചയാക്കുക, അവിടെ മെഴുക് തിരി കൊടുക്കുക, എന്നിട്ട് ഇതൊക്കെ ജാറത്തിലുള്ള ഈ ആള് സ്വീകരിക്കും അല്ലെങ്കിൽ ഇത് സ്വീകരിക്കപ്പെടും എന്ന് പറയൽ വളരെ മ്ലേച്ഛമായ സംഗതിയാകുന്നു. വഴി പിഴച്ച ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഖബറിന് വേണ്ടി നേർച്ചയാക്കുന്നു. ഇതൊക്കെ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായ പ്രകാരം അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കുന്ന നേർച്ചയാണ്. അങ്ങനെ ആരെങ്കിലും നേർച്ചയാക്കിയാൽ ആ നേർച്ച പാലിക്കേണ്ടതില്ല. അങ്ങനെ പാലിക്കാതിരുന്നാൽ നേർച്ചയാക്കിയത് ലംഘിച്ചു എന്നതുകൊണ്ട് അവൻ കഫാറത്ത് പ്രായശ്ചിത്തം കൊടുക്കണം. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇമാം അഹ്മദ് ബിൻ ഹംബലും അല്ലാത്തവരും. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വാചകൻ. ഇനി ജാറത്തിന്റെയും ഒക്കെ പരിപാലകർ, അതല്ല, ജാറം അമ്പലത്തിന് പരിപാലകൻ ഉണ്ടാവും, പൂജാരി ഉണ്ടാവും. ജാറത്തിലും പൂജാരി ഉണ്ടാവും, അത് കൊണ്ടുനടക്കുന്ന ആളുണ്ടാവും, അവിടെ വിളക്ക് കത്തിക്കുന്ന ആളുണ്ടാവും, അതിന്റെ മേൽനോട്ടക്കാരനുണ്ടാവും, തിരി കൊടുക്കുന്ന ആളുണ്ടാവും, എണ്ണ കൊടുക്കുന്ന ആളുണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പൂജാരികൾ, അതിനാണ് സദന
സന എന്ന് പറയുന്നത്. ഇത്തരം വിഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ നേർച്ച സ്ഥലങ്ങളുടെ പൂജാരികൾ, സേവകർ എന്ന് ആളുകൾ പേരിട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയോ ജാറങ്ങളുടെയും ഖബറുകളുടെയും അടുക്കൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയോ ആടിനെയോ ഒട്ടകത്തെയോ പശുവിനെയോ സ്വർണത്തെയോ ദിർഹമിനെയോ ഇനി അതുപോലുള്ള മറ്റു വല്ലതിനെയോ റൊട്ടിക്കഷ്ണമോ എന്ത് നേർച്ചയാക്കിയാലും അതൊക്കെ ഹറാമായ തെറ്റായ നേർച്ചയാകുന്നു. അപ്പോ ഒരു വിശദീകരണം ആവശ്യമില്ലാതെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ശാഫിഈ മദ്ഹബിലെ പ്രമുഖനായ ഒരു പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് അസ്സവാജിർ, അതായത് ചെയ്യാൻ പാടില്ലാത്ത തിന്മകളെ നമ്പറിട്ട് എണ്ണി പറയുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ഹംബലി മദ്ഹബിലെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ ഖബറിന്റെ അടുക്കൽ വെച്ച് നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു. നിസ്കാരം ആർക്കാ? അള്ളാഹ്ക്ക്. ജാറത്തിലുള്ള ആൾക്കല്ല, അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു. പക്ഷെ എന്തിനാണ് ഇവൻ ജാറത്തിന്റെ അടുത്തേക്ക് പോയത്, ഖബറിന്റെ അടുത്തേക്ക് പോയത്? ജാറായിക്കൊള്ളുന്നില്ല, ഒരു ഖബറിന്റെ അടുക്ക പോയി അള്ളാഹുവിന് നിസ്കരിക്കുക. എന്തിനാണ് അയാൾ ഇങ്ങനെ ചെയ്യുന്നത്? മുത്തബരിക്കൻ ബിഹാ, ആ ഖബർ കൊണ്ട് ബറക്കത്തെടുക്കാൻ വേണ്ടി. ഇപ്പൊ ഒരു മുസ്ലിയാരുടെ, ഒരു തങ്ങളുടെ, ഒരു പാപ്പയുടെ, ഒരു ബാവയുടെ, ഒരു ബീവിയുടെ ഖബറാണ്. അപ്പൊ ആ ഖബറിന്റെ അടുക്ക പോയി അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ചാൽ എന്തോ ബറക്കത്ത് കിട്ടും എന്ന് വിശ്വസിച്ചുകൊണ്ട്. ഇവിടെ നിസ്കാരം ജാറത്ത് കിടക്കുന്ന ആൾക്കല്ല, അങ്ങനെ ആകുമ്പോൾ ശിർക്കായി. ഇവിടെ നിസ്കാരം അള്ളാഹുവിനാണ്, ഇബാദത്ത് അള്ളാഹ്ക്കാ കൊടുക്കുന്നത്. പക്ഷെ ഖബറിന്റെ അടുക്ക പോയി ചെയ്യുന്നെന്താ? അവിടെ പോയി നിസ്കരിച്ചാൽ എന്തോ ഒരു പുണ്യം കിട്ടും എന്നയാൾ വിശ്വസിച്ചുകൊണ്ട്. അങ്ങനെ ഒരുത്തൻ ചെയ്താൽ ഐനുൽ മുഹാദ്ദത്തിലില്ലാഹി വറസൂലിഹി, അത് അള്ളാഹുവിനും അവന്റെ പ്രവാചകനും എതിര് പ്രവർത്തിക്കലാണ്, അവരോട് ധിക്കാരം പ്രവർത്തിക്കലാണ്. പിന്നെയോ അള്ളാഹു അനുവാദം നൽകിയിട്ടില്ലാത്ത, വിലക്കിയിട്ടുള്ള കാര്യത്തെ മതത്തിൽ പുതുതായി ഉണ്ടാക്കലാണ്. അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഖബറെടുത്ത് പോയി നിസ്കരിക്കാൻ ഇല്ല. പണ്ഡിതന്മാരോ ഏകകണ്ഠമായി അത് വിലക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു പുതിയൊരു ദീൻ ഉണ്ടാക്കലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹറാമിൽ കടുത്ത കാര്യമാണ് ഖബറിനൊക്കെ പോയി നിസ്കരിക്കൽ. മാത്രമല്ല അസ്ബാബി ഷിർക്കി, ഷിർക്കിലേക്ക് എത്തുന്ന വഴികളിൽ പെട്ടതുമാകുന്നു. ഒരാൾ ഖബറിനെടുത്ത് പോയിട്ട് ഇങ്ങനെ നിസ്കരിക്കുക, അള്ളാഹ്ക്കാ നിസ്കരിക്കുന്നത്. പിന്നെ അയാൾ എന്താവും? ഈ ഖബറിലുള്ള ആൾക്ക് വേണ്ടി നിസ്കരിക്കാൻ തുടങ്ങും, അയാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഷിർക്കിന്റെ മാർഗങ്ങളിൽ പെട്ടതാകുന്നു. അങ്ങനെ അവർ ഖബറിനെ ആരാധന സ്ഥലമായി നിർമ്മിക്കും. പിന്നെ ഖബറിന്റെ മേൽ ജാറങ്ങൾ കെട്ടും, ബിൽഡിംഗ് ഉണ്ടാക്കും. ഇതൊക്കെ ഇനി ഇവിടെ ചില പണ്ഡിതന്മാർ കറാഹത്താണ് എന്ന് പറഞ്ഞാൽ, കറാഹത്ത് എന്നത് വെറുക്കപ്പെട്ട ഒരു കാര്യം എന്ന നിലക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ഇതും അദ്ദേഹം പറയാണ്. കാരണം ഒരുപാട് ഹദീസുകളിൽ മുത്തവാത്തിറായ നിലക്ക്, ഒരു കൂട്ടം ആളുകളിൽ നിന്ന് നിഷേധിക്കാൻ കഴിയാത്ത നിലക്ക് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളിൽ കാണാം, അള്ളാഹു ശപിച്ചിരിക്കുന്നു ഇത്തരക്കാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹുവും റസൂലും ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വെറും ഒരു കറാഹത്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല പണ്ഡിതന്മാർ കറാഹത്ത് എന്ന് പറഞ്ഞാൽ തന്നെ. ഇതും പഴയകാല പണ്ഡിതന്മാർ കറാഹത്ത് എന്ന വാക്കുപയോഗിച്ചത് ഹറാമിന് വേണ്ടിയാണ് എന്നതും ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതനുസരിച്ചാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ അൽ ഫതാവ അൽ ഫിഖ്ഹിയ്യ അൽ കുബ്ര എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. കുറേ ഫത്വകൾ. ആ ഫത്വകളിൽ അദ്ദേഹം പറയാണ്, ഒരാൾ നേർച്ചയാക്കുന്നത് എന്തിനാണ്? ഏത് സ്ഥലത്തേക്കാണോ നേർച്ചയാക്കുന്നത് ആ സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു ഖബറിനെ അല്ലെങ്കിൽ ആ ഖബറിൽ മറമാടപ്പെട്ട ആളിലേക്ക് അടുക്കാൻ. ആ ഖബറിൽ ആരാണോ ഉള്ളത്, ആളറിയില്ല, ആരിലേക്കോ ചേർത്ത് പറയപ്പെടുന്ന ഖബർ, അതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും നേർച്ചയാക്കിയാൽ ഇതാണ് സാധാരണ ഉണ്ടാകുന്ന നേർച്ച. അപ്പോൾ ഈ ആളുകൾ വിശ്വസിക്കുന്നു ഈ സ്ഥലത്തിന് തന്നെ ചില സവിശേഷതകളുണ്ട്. അതുകൊണ്ട് അവർ മനസ്സിലാക്കുന്നത് ഇത്തരം സ്ഥലങ്ങളിലേക്കോ ആളുകളിലേക്കോ ഖബറുകളിലേക്കോ അവർക്ക് വേണ്ടിയോ നടത്തുന്ന നേർച്ച യന്തഫിഉ ബിഹിൽ ബലാഉ, ആപത്ത് നീങ്ങും എന്നാണെങ്കിൽ ഫലാ യസിഹു നദ്റു, ആ നേർച്ച സാധുവല്ല. ഫീ സൂറത്തിൻ മിൻ ഹാദിഹി സുവർ ലിഅന്നഹു ലം യുഖ്സദ് ബിഹി തഖറബു ഇലല്ലാഹി സുബ്ഹാനഹു വ തആല, അള്ളാഹുവിലേക്ക് അടുക്കാനല്ല ഈ നേർച്ച നടത്തിയത്, അതുകൊണ്ട് ഈ നേർച്ച പാടില്ല. അപ്പൊ നോക്കൂ, നേർച്ചയാക്കുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണ്? ഇവിടെ പറഞ്ഞ അതേ കാര്യം, യന്തഫിഉ ബിഹിൽ ബലാഉ, ബലാ നീങ്ങണം, രോഗം മാറണം, ദാരിദ്ര്യം മാറണം, കഷ്ടപ്പാട് നീങ്ങണം, ജോലിയില്ലായ്മ നീങ്ങിക്കിട്ടണം, അങ്ങനെ ഇതൊക്കെ മാറിക്കിട്ടണം. അതിനാണ് നേർച്ച. അല്ലാതെ വെറുതെ ആരെങ്കിലും ജാറത്ത് കൊണ്ടുപോയി നേർച്ചയാക്കോ? ഏതെങ്കിലും നേർച്ച കൊടുക്കുവോ? അവിടെ വിളക്ക് കത്തിക്കോ? അവിടെ എണ്ണയൊഴിക്കോ? അവിടെ തിരി കത്തിക്കോ? പുതപ്പ് മൂടുവോ? പുഷ്പാർച്ചന നടത്തുവോ? ഇതൊക്കെ ജാറത്ത് നടക്കണം. ഇതൊന്നും ചെയ്യൂല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ഉദ്ദേശം ആപത്ത് നീങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈറായ കാര്യം കിട്ടണം എന്ന നിലക്കാണെങ്കിൽ അത് പാടില്ല. ഇനി അവരിലേക്ക് അടുക്കാനും അവർ ഉപകാരം ചെയ്യും, ഖബറിൽ കിടക്കുന്ന ആളതൊക്കെ ചെയ്തു തരും നേർച്ചയാക്കിയാൽ എന്നാണോ വിശ്വസിക്കുന്നതെങ്കിൽ
അത് ശിർക്കായ നേർച്ചയാകുന്നു, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇതേ വാചകങ്ങൾ എമ്പാടും നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം നേർച്ച പാടില്ല. റാസി പറയുന്നതായി അദ്ദേഹം ഉദ്ധരിക്കാൻ തഫ്സീറിൽ, റാസിനെ കേരളത്തിലുള്ള ഈ പറയുന്ന മുസ്ലിങ്ങളൊക്കെ അംഗീകരിക്കുന്നവരാണ്. അദ്ദേഹം പറയാൻ, ഒരു മുസ്ലിം ഒരു അറവ് നടത്തുകയും അള്ളാഹു അല്ലാത്ത ഒരാളിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് ആ നേർച്ച കൊണ്ട് അയാൾ ഉദ്ദേശിക്കുകയും ചെയ്യുന്നതെങ്കിൽ സാറ മുർത്തദ്ദൻ, അയാൾ ഇസ്ലാം എന്ന് പുറത്തുപോയി. അവൻ അറുത്തത് മുർത്തദ്ദിന്റെ അറവിന്റെ മൃഗമാണ്. മുർത്തദ് കാഫർ അറുത്താൽ തിന്നാൻ പറ്റൂല. അങ്ങനെ ഒരു ജാറത്തിലേക്ക് വേണ്ടി ഖബറിൽ കിടക്കുന്ന ആളുടെ പൊരുത്തം കിട്ടാൻ, അയാൾ നമുക്ക് ഉപകാരം ചെയ്തു തരാൻ, അല്ലെങ്കിൽ ഉപദ്രവത്തെ നീക്കിത്തരാൻ, അല്ലെങ്കിൽ അയാളിലേക്ക് അടുക്കാൻ എന്ന നിയ്യത്തോടുകൂടി ഒരുത്തൻ അറവ് നടത്തിയാൽ, ഒരുത്തൻ അതിനി കുറെ ആളുകൾ കൂടി അറുത്താലും ശരി, അവൻ മുർത്തദ്ദായി. അവൻ അറുത്ത് തിന്നാൻ പറ്റില്ല. കാരണം മുർത്തദ് അറുത്ത് തിന്നാൻ പറ്റില്ല. ഇത് നമ്മളെ വാചകല്ല. ഈ പറയുന്ന കേരളത്തിലെ സമസ്തക്കാരായ സുന്നികൾ എന്നറിയപ്പെടുന്ന ആളുകൾ അംഗീകരിക്കുന്ന ആളാണ് റാസി. ആ റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം നേർച്ച പാടില്ല, അത് അനുവദിക്കപ്പെട്ടതല്ല. അപ്പോ യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു ചോറല്ലേ, പോയി തിന്നാൽ എന്താ? അപ്പൊ ആ ജാറത്തിലെ ചോറല്ലേ, വെറുതെ ഞമ്മ കയ്യിൽ വിശ്വാസമൊന്നുമില്ല, എന്നാലും പോയി ചോറ് തിന്നാലോ എന്ന് വിശ്വസിച്ചാലും പോണ്ട, തിന്നാൻ പാടില്ല. അർത്ഥതാണെങ്കിൽ അത് ശവം തിന്നുന്നത് പോലെയാണ്, പന്നിമാംസത്തെക്കാൾ നിഷിദ്ധമായ സംഗതിയാണ്. അപ്പൊ അതുമായുള്ള യാതൊരു സഹകരണവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതിയാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അനുബന്ധമായി പറയേണ്ടുന്ന ഒരു കാര്യം ജാറമാണ്. ഖബർ കെട്ടിപ്പൊക്കലും അത് നിർമ്മിക്കലും. ഒരുപാട് ഹദീസുകൾ ഇമാം മുസ്ലിം കൊടുത്തുള്ള ഒരു ഹെഡിങ് തന്നെ, ഇമാം മുസ്ലിമിന്റെ ഹദീസ് ഗ്രന്ഥത്തിന് തലക്കെട്ട് കൊടുത്തത് ആരാ? ഇമാം നവവിയാണ്. ഇമാം നവവി എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബിലെ രണ്ടാമത്തെ ഷാഫി എന്നറിയപ്പെടുന്ന ആളാണ്. അതിന്റെ തലക്കെട്ട് എന്താ? ഖബർ കെട്ടിപ്പൊക്കലും കുമ്മായമിടലും നബി വിലക്കിയിരിക്കുന്നു എന്നതാണ് തലക്കെട്ട്, ഹെഡിങ്. എന്നൊരു അടി കൊടുത്ത ഹദീസ് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ കുമ്മായമിടുക, കുമ്മായാണെങ്കിലും സിമന്റ് ആണെങ്കിലും കോൺക്രീറ്റ് എന്താ ടൈൽസോ എന്തായാലും തിരക്കില്ല, കെട്ടിപ്പൊക്കുക, ഭദ്രമാക്കുക. ഖബറിന്റെ മേൽ കെട്ടിടം നിർമ്മിക്കുക. അപ്പൊ കെട്ടിടമുണ്ടാക്കി അത് തേച്ച് നന്നാക്കി അങ്ങനെ ഒരു കെട്ടിടമാക്കി ഉണ്ടാക്കുക എന്ന് പറയുന്നത് നബി വിലക്കിയിരിക്കുന്നു എന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ് കാണാം. ഈ ഹദീസ് തോന്നുമ്പോ നമ്മുടെ നാട്ടിലെ ജാറമുണ്ടാക്കുന്ന ആളുകൾ പറയും അത് കാഫിരീങ്ങളുടെ ഖബറിനെ കുറിച്ചാണ് പറഞ്ഞത്, മുസ്ലിങ്ങളുടെ ഖബറിനെ കുറിച്ചല്ല. എന്നാൽ മുസന്നഫ് അബ്ദുർ റസാഖ് അതിൽ കാണാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉയർന്ന ഖബറുകളൊക്കെ തട്ടി നിരത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ ഭൂമിയിൽ നിന്ന് അല്പം ഉയർത്തിയാൽ മതി. അങ്ങനെ നടക്കുന്നതിനിടയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ ഖബറിന്റെ അടുത്ത് കൂടി നടന്നുപോയി. പിന്നൊരു ഖബർ, അത് ഈ പറയുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ മകളുടെ ഖബർ. ഫഅമറ ബിഹി ഫസുവിയ. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൽപ്പിച്ചു ആ ഖബർ പൊന്തിയതൊക്കെ നിരപ്പാക്കൂ എന്ന് കൽപ്പിച്ചു. ഇത് മുസന്നഫ് അബ്ദുർ റസാഖിൽ രേഖപ്പെടുത്തിയാണ്. അപ്പോ എന്താ മുസ്ലിങ്ങളുടേത് പൊക്കാം എന്നുണ്ടോ? ഇല്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിച്ചു, അലി റളിയല്ലാഹു അൻഹു പറയാണ്, അൻ ഉസവ്വിയ കുല്ല ഖബരിൻ ഷാഖിസിൻ, ഉയർന്നു നിൽക്കുന്ന എല്ലാ ഖബറും, അവിടെ മുസ്ലിം എന്നോ മുസ്ലിം അല്ലാത്തെന്നോ ഔലിയപ്പാപ്പൻ എന്നോ സാധാരണക്കാരൻ്റെതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാ ഖബറും, ഒരു ഖബറും പൊന്തിക്കിടക്കാൻ പാടില്ല. ഷഹസ എന്ന് പറഞ്ഞാൽ പൊന്തിക്കുന്നത്, ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറും ഉണ്ടാകാൻ പാടില്ല. എല്ലാം നിരപ്പാക്കണം. ഒരു ചാൺ മാത്രമേ ഖബർ പൊക്കാൻ പാടുള്ളൂ. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായപ്പോൾ അബുൽ ഹയ്യാജിനോട് അലി റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു, എന്നെ നബി അയച്ച കാര്യത്തിന് നിന്നെ ഞാൻ അയക്കുകയാണ്. നബി അലിനെ എന്തിനാ അയച്ചത്? നോക്കുക, എന്നിട്ട് ഖബർ പൊന്തിയുണ്ടോ ഒക്കെ നിരപ്പാക്കുക, അപ്പണിയെടുക്കാൻ നിന്നെ ഞാൻ അയക്കുന്നു. അവിടെ അബുൽ ഹയ്യാജിനോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ? വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവ്വൈത. അഷ്റഫ എന്ന് പറഞ്ഞാൽ അങ്ങനെ എത്തി നോക്കുക, പൊന്തി നിൽക്കുക, ഏന്തി നോക്കുക എന്നൊക്കെ അർത്ഥം. അപ്പൊ ഖബറൻ മുശ്രിഫ്, പൊന്തി നിൽക്കുന്ന ഒരൊറ്റ ഖബറിനെയും നീ വിട്ടേക്കരുത്. ഇല്ലാ സവ്വൈതഹു, അതിനെ നീ നിരപ്പാക്കിയിട്ടല്ലാതെ. നിരപ്പാക്കാനാൽ ഒരു ചാണ്ടുന്നത് പൊതുവെ അങ്ങനെ, അതിനപ്പുറം പാടില്ല. അപ്പോ അങ്ങനെ നിരപ്പാക്കണം എന്ന് അലി റളിയല്ലാഹു അൻഹു നബി കൽപ്പിച്ച കാര്യം നടപ്പിലാക്കാൻ തന്റെ ഭരണകാലത്ത് അബുൽ ഹയ്യാജിനെ അയച്ചു. ഇത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇനി മുസന്നഫ് അബ്ദുർ റസാഖിലെ യഅനി ഖുബൂറൽ മുസ്ലിമീൻ, ഉയർന്നു നിൽക്കുന്ന ഖബറെല്ലാം നിരപ്പാക്കണം എന്ന് പറഞ്ഞാൽ അത് കാഫിരീങ്ങളുടെ ഖബറാണ് നിരപ്പാക്കാൻ പറഞ്ഞത്, ഔലിയാക്കന്മാരുടെ ഖബറല്ല, മുസ്ലിങ്ങളുടെ ഖബറല്ല എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ എന്താ? ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറിനെയും നിരപ്പാക്കാതെ വിടരുത് എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് തന്നെ മുസന്നഫ് അബ്ദുർ റസാഖ്, ഹദീസ് പണ്ഡിതനാണ് അബ്ദുർ റസാഖ്, അദ്ദേഹം മുസന്നഫ് രേഖപ്പെടുത്തുകയാണ്. അതായത് മുസ്ലിങ്ങളുടെ ഖബറിനെ. അപ്പൊ മുസ്ലിമിന്റെ ഖബറാണെങ്കിൽ കെട്ടിപ്പോക്കാൻ പാടില്ല. ഇനി ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അതിനേക്കാൾ വലിയൊരു പണ്ഡിതൻ ഷാഫി മദ്ഹബിലില്ല. അദ്ദേഹം പറയാൻ,
ഞാൻ ഇഷ്ടപ്പെടുന്നത് ഖബർ കുഴിക്കുമ്പോൾ കിട്ടുന്ന മണ്ണല്ലാത്ത ഒരു മണ്ണ് ഖബർ മൂടാൻ ചേർക്കരുത്. ഖബർ കുഴിച്ച മണ്ണ്, ആ മണ്ണായിരിക്കണം ഖബർ മൂടാൻ ഉപയോഗിക്കേണ്ടത്. പുറത്തുനിന്ന് മണ്ണ് ആവശ്യമില്ല. കാരണം എന്താ, ഈ മണ്ണിനെ ബാക്കി ഉണ്ടാവും. അപ്പൊ പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്നാലോ ഖബർ കൂടുതൽ ഉയരം വരും. അപ്പൊ അത് ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാൻ അതാണ് ഇഷ്ടപ്പെടുന്നത്. ഇനി ഖബർ ഭൂമിയിൽ നിന്ന് ഒരു ചാൺ മാത്രം ഉയർത്തപ്പെടണം, അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. വല്ല യുബ്ന, ഖബർ കെട്ടിപ്പൊക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കുമ്മായം ഇടുന്നതും ഇഷ്ടപ്പെടുന്നില്ല. കെട്ടിപ്പൊക്കുക, കുമ്മായം ഇടുക, അല്ലെങ്കിൽ ടൈൽസ് ഒട്ടിക്കുക, അങ്ങനെ എന്തായിരുന്നാലും ശരി അതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അസീന വൽ ഖുയല, അഹങ്കാരവും ഭംഗി കൂട്ടലുമാണ്. ഖബർ അത് രണ്ടിനുമുള്ള ഇടമല്ല. ഭംഗിക്കുള്ള ഇടമല്ല, അഹങ്കാരത്തിനുള്ള ഇടവുമല്ല. മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഖബറുകൾ ഞാൻ കണ്ടിട്ടില്ല മുജസ്സസതൻ, കുമ്മായം ഇട്ടതായി ഞാൻ കണ്ടിട്ടില്ല. ഒരൊറ്റ സഹാബിന്റെയും ഖബർ കെട്ടിപ്പൊക്കിയതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. പിന്നെയോ മക്കയിലെ ഭരണാധികാരികൾ ഉയർന്നു നിൽക്കുന്ന ഖബറിന്റെ മുകളിലുള്ള ബിൽഡിങ്ങുകളൊക്കെ പൊടിച്ചു നിരപ്പാക്കണം എന്ന് കൽപ്പിക്കുന്നതായി, നിങ്ങൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് ഭരണാധികാരിയെ മക്കയിലുള്ള ഫുഖഹാക്കളൊന്നും എതിർത്തതായും ഞാൻ കണ്ടില്ല. അപ്പൊ ഭരണാധികാരി കൽപ്പിച്ചു എല്ലാ ഖബറും നിരപ്പാക്കണം. ഫുഖഹാക്കൾ തന്നെ അന്നത്തെ പണ്ഡിതന്മാർ മക്കയിലെ, അവരൊന്നും പൊളിക്കാനുള്ള ഭരണാധികാരിയുടെ കൽപ്പന എതിർത്തതുമില്ല. അപ്പൊ എന്താണ്, പണ്ഡിതന്മാരുടെ അംഗീകാരത്തോടു കൂടിയാണ് അവിടെ അത് ചെയ്തത്. മുഗ്നിൽ മുഹ്താജ്, ഷാഫി മദ്ഹബിൽ വളിദർസിലൊക്കെ ഓതുന്ന കിതാബാണ്, ഫിഖ് ഗ്രന്ഥം. ഫതഹുൽ വഹാബ്, ഹാഷിയത്തുൽ ജമൽ, അതുപോലെ തന്നെ ബുജൈരിമി എന്നൊക്കെ പറയുന്ന ഒട്ടനവധി ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഖബർ ഒരു ചാൺ മാത്രം ഉയർത്തപ്പെടണം. അതെന്തിനാണ്? ഇത് ഖബറാണെന്ന് മനസ്സിലാക്കാൻ. അതിലപ്പുറം ഖബർ പൊന്തിക്കരുത്. ഫലാ യുസാദു അലാ തുറാബിൽ ഖബരി ലിഅല്ലാ യുഅല്ലമ ശഖ്സുഹു, ഖബർ ഒരു ചാണിലധികം ഉയർത്തരുത്. എന്തിനാണ്? ഖബറിനെ ബഹുമാനിക്കാതിരിക്കാൻ വേണ്ടി. ഈ ആദരവ് വേണം. അതിലപ്പുറം ഉണ്ടായാൽ അനാവശ്യമായ ബഹുമാനം ഖബറിനോടുണ്ടാകും. അതുകൊണ്ട് ഒരു ചാണിലധികം ഉയർത്തരുത്. ഇതൊക്കെ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചതാണ്. ഖുബായിൽ, മദീനയിൽ നബി പള്ളി ഉണ്ടാക്കി, ഖുബായിൽ നബി പള്ളി ഉണ്ടാക്കി. ഖുബായിൽ അപ്പുറത്ത് വേറൊരു പള്ളി മുനാഫിക്കുകൾ ഉണ്ടാക്കി. അതിന്റെ പേരാണ് മസ്ജിദുൽ ളിറാർ, മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ പള്ളി. നേരത്തെ പറഞ്ഞ ഷാഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹത്തിന്റെ അസ്സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാൻ, ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ അത് പൊളിക്കാൻ ധൃതി കാണിക്കൽ നിർബന്ധമാണ്. നമ്മൾ പോയി പൊളിക്കാൻ നിൽക്കണ്ട, അത് കേസ് വേറെ വരും. നമ്മളല്ല പൊളിക്കേണ്ട, ആരാ? ഭരണാധികാരികൾ പൊളിക്കണം. നമ്മൾ പൊളിക്കാൻ വേണ്ടി കാര്യമില്ല. ഇവിടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് നമുക്ക് അതിന് അധികാരമില്ല. ഭരണകൂടമാണ് പൊളിക്കേണ്ടത്. ഇവിടെ ഗവൺമെന്റ് പ്രഖ്യാപിക്കണം എല്ലാ ജാറും പൊളിക്കണം, പൊളിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. ഇസ്ലാമിക ഭരണകൂടത്ത് ഭരണകൂടം കൽപ്പിച്ചിട്ട് പൊളിക്കാം. അപ്പൊ അതാണ് പൊളിക്കാൻ ധൃതിപ്പെടൽ നിർബന്ധമാണ്. ജാറം മാത്രമല്ല, കുബ്ബകളും പൊളിക്കണം. ഖബറിന്റെ മുകളിലുള്ള ഈ ജാറവും കുബ്ബയും അലറുമിൻ മസ്ജിദിൽ ളിറാർ, മദീനയിലെ ഖുബാ പ്രദേശത്ത് നബിയെ എതിർക്കാൻ വേണ്ടി കപടവിശ്വാസികൾ ഉണ്ടാക്കിയ മസ്ജിദുൽ ളിറാറിനേക്കാൾ അപകടം പിടിച്ചതാണ് ജാറത്തിന്റെ ഖുബ്ബ. അപ്പൊ നോക്കൂ, അത്തരം മുനാഫിക്കളുടെ മസ്ജിദുൽ ളിറാറിനേക്കാൾ അപകടം പിടിച്ച ജാറങ്ങളിലാണ് നേർച്ചയും വഴിപാടുകളും നടക്കുന്നത്. ഇത് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കലാകുന്നു. അതേ ഗ്രന്ഥത്തിൽ തന്നെ 93 മുതൽ 98 വരെയുള്ള കബായിറുകൾ, വൻ പാപങ്ങൾ എണ്ണാൻ. ആ എണ്ണുന്ന കൂട്ടത്തിൽ കാണാം ഖബറുകളെ സുജൂദ് ചെയ്യാനുള്ള സ്ഥലമാക്കൽ, ജാറത്തിൽ അല്ലെങ്കിൽ ഖബറിനടുക്ക് വിളക്ക് കത്തിക്കൽ, അതുപോലെ തന്നെ അതിനെ വിഗ്രഹങ്ങളാക്കൽ, ജാറത്തെ ഖബറിനെ തവാഫ് ചെയ്യൽ, വസ്തിലാമുഹ, ജാറത്തെ തൊട്ടുമുത്തൽ, വസ്സലാത്തു ഇലൈഹ, ജാറത്തിലേക്കോ ഖബറിലേക്കോ തിരിഞ്ഞു നമസ്കരിക്കൽ, ഇതൊക്കെ വൻ പാപമാകുന്നു. ഇന്ന് ജാറത്തിൽ നടക്കുന്നവർക്ക് എന്താ? തൊട്ടുമുത്തുന്നു, തവാഫ് നടത്തുന്നു, ഖബറിനൊക്കെ സുജൂദ് ചെയ്യുക. അത് അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും പാടില്ല, നേരത്തെ പറഞ്ഞു. പിന്നെ അയാൾക്ക് എടുക്കണാണെങ്കിലോ അപ്പൊ ശിർക്കായി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതിന്റെ ചുരുക്കം, ആരെങ്കിലും സൂറത്തുൽ കഹ്ഫിലെ 110-ാമത്തെ ആയത്ത്, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്ന വല്ലവരുമുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, അവൻ സ്വാലിഹായ അമല് ചെയ്യട്ടെ. എന്താ സ്വാലിഹായ അമല്? അള്ളാഹു കൽപ്പിച്ച, നബി കാണിച്ചു തന്ന കാര്യങ്ങൾ, അതാണ് സ്വാലിഹായ അമല്. വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദ, തന്റെ റബ്ബിന് ഇബാദത്ത് എടുക്കുന്നതിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. എന്നാൽ നാളെ അള്ളാഹുവിനെ കാണാം. അതല്ലെങ്കിൽ നരകത്തിലായിരിക്കും പോകേണ്ടി വരിക. ഇത് അള്ളാഹുവിന്റെ താക്കീതും അതോടൊപ്പം വിശ്വാസികൾ ശിർക്ക് ചെയ്യാത്ത ആളുകൾക്കുള്ള സന്തോഷ വാർത്തയുമാണ്. ശിർക്കിൽ നിന്നും, ശിർക്കിന്റെ ചെറുതും വലുതുമായ എല്ലാ ഇനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും, ഇനി ഇതൊക്കെ ചെയ്യാൻ പോകുന്ന ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരോടൊക്കെ ഇത് നരകത്തിലെത്തുന്ന പണിയാണ്, അള്ളാഹു റസൂലും വിലക്കിയ പണിയാണ്, ഹറാമായ സംഗതിയാണ്. അവരിൽ നിന്ന് ഉപകാരോപദ്രവം കിട്ടുമെന്ന വിശ്വാസം കൊണ്ടാണെങ്കിൽ നിങ്ങൾ ഇസ്ലാം
ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മുശ്രിക്കാകുന്ന കാഫറായി പോകുന്ന പണിയാണ്, ഒരിക്കലും സ്വർഗത്തിലെത്താൻ സാധിക്കുകയില്ല എന്ന കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നമുക്ക് ഒരാൾ പിന്മാറിയാൽ ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിന്, ചുവന്ന ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ ഖൈർ എന്നാണ് നബി പഠിപ്പിച്ചത്. കാരണം ഒരാൾ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജനങ്ങൾക്ക് നന്മ എത്തിച്ചു കൊടുക്കുവാനും സാധിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.